Okay, good afternoon. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഉച്ച സമയമാണ്, എല്ലാവർക്കും നല്ല ഉറക്കപ്പിച്ചൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ബോഡി ഡയറക്റ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഇതെല്ലാവരും നല്ല രീതിയിൽ എന്താ പറയുക, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. Okay, is this visible? Slide is visible. Okay, fine. This is your question. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ. Two smooth circular cylinders, each of weight W equal to 1000 Newton and radius 15 centimeter are connected at their centers by a string AB of length 40 centimeter and rest upon a horizontal plane supporting Then supporting above them a third cylinder of weight 2000 Newton and radius 15 centimeter as shown in the figure. Find the force capital S in the string AB and the pressure produced on the floor at the point of contact D and E. ഇതിൻ്റെ കൂടെ ഒരു ഫിഗറും ഉണ്ട്. ചിലപ്പോൾ ഫിഗർ തരില്ല. ഫിഗർ തന്നില്ലെങ്കിലും നിങ്ങൾക്കത് വരയ്ക്കാൻ പറ്റണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വിഘ്നേഷ് MC. വിഘ്നേഷ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അല്ലേ പോട്ടെ. വേറെ ആരാ ഉള്ളത്? രജത്. ഓക്കെ, രജത്ത് ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് ഈ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തല്ല. ബാലരമ വായിക്കാറുണ്ടോ? ബാലരമ പണ്ട്, ഇപ്പൊ ഇല്ല. അതെ. അപ്പൊ ഈ ബാലരമ, കളിക്കുടുക്ക അങ്ങനെയുള്ള ബുക്കുകളിലൊക്കെ അപ്പൊ അതിനകത്ത് നമുക്ക് പണ്ട് വർക്കുകളുണ്ട്. അതായത് ഇങ്ങനെ 1, 2, 3 ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുക, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അല്ലേ? അതേപോലെ വഴി കണ്ടെത്തുക, കുഞ്ഞിന് കോളേജിലേക്ക് എത്താനുള്ള, സ്കൂളിലേക്ക് എത്താനുള്ള വഴി കണ്ടെത്തുക, കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഒക്കെ?
ഉണ്ട്. ഓക്കെ, രജത്തിനോട് മാത്രമല്ല, ഞാൻ എല്ലാവരോടും കൂടെ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഉള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ വേണം നമുക്ക് ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഒളിഞ്ഞിരിക്കുന്ന ആളെ അല്ലെങ്കിൽ ഇവന് നിറം കൊടുക്കുക, അപ്പൊ അതുപോലുള്ള രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയോ എല്ലാവരും? ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫിഗർ എങ്ങനെ വരും നമുക്ക് നോക്കാം. ഓക്കെ, 2 സ്മൂത്ത് സർക്കുലർ സിലിണ്ടേഴ്സ് ഈച്ച് ഓഫ് വെയിറ്റ് 1000 Newton and radius 15 centimeter are connected at their centers by a string AB of length 40 centimeter. ഇത്രയും പറഞ്ഞേക്കുന്നതിനകത്ത് നമുക്ക് എന്താ മനസ്സിലായത്? അതായത് 2 സർക്കുലർ സിലിണ്ടേഴ്സ്, യു ഹാവ് ഗോട്ട് 2 സർക്കുലർ സിലിണ്ടേഴ്സ് ഓഫ് വെയിറ്റ് 1000 Newton. അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ? ഓക്കെ, 2 സർക്കുലർ സിലിണ്ടേഴ്സ് ഉണ്ടാവും. ഇതുപോലെ 2 സർക്കുലർ സിലിണ്ടേഴ്സ് ഉണ്ട്. 2 സർക്കുലർ സിലിണ്ടേഴ്സ് ഈച്ച് ഓഫ് വെയിറ്റ് 1000 Newton. രണ്ടിൻ്റെയും വെയിറ്റ് എത്രയാണ്? 1000 Newton. 1000 Newton ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുന്നത്? ആൻഡ് റേഡിയസ് 15 centimeter. ഇതിൻ്റെയൊക്കെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 15 centimeter. 15 centimeter ആണ് രണ്ടിൻ്റെ. ആർ കണക്റ്റഡ് അറ്റ് ദെയർ സെൻറ്റേഴ്സ് ബൈ എ സ്ട്രിങ് AB ഓഫ് ലെങ്ത് 40 centimeter. അപ്പോൾ ദീസ് ആർ കണക്റ്റഡ് അറ്റ് ദെയർ സെൻറ്റേഴ്സ് ബൈ എ സ്ട്രിങ് AB വിച്ച് ഈസ് ഓഫ് ലെങ്ത് എത്രയാണ്? 40 centimeter അല്ലേ? 40 centimeter ആണ് അതിൻ്റെ ലെങ്ത്. 40 centimeter. ആൻഡ് റെസ്റ്റ് അപ്പോൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ സപ്പോർട്ടിങ്. ഓക്കെ, റെസ്റ്റ് അപ്പോൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ 2 റോളേഴ്സ് എന്താണ്? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. ഇതുപോലൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിൻ സപ്പോർട്ടിങ് എബവ് ദം എ തേർഡ് സിലിണ്ടർ ഓഫ് വെയിറ്റ് 2000 Newton ആൻഡ് റേഡിയസ് 15 centimeter. റേഡിയസ് 15 centimeter തന്നെ ഉള്ള ഒരു റോളർ ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഇതിപ്പം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്ക് വരയ്ക്കാം. അതായത് നമുക്ക് 2 റോളേഴ്സ് ഇതേപോലെ ഉണ്ടായിരുന്നു. ഹൊറിസോണ്ടൽ സർഫസിൻ്റെ മുകളിൽ വെച്ചേക്കാണ് അല്ലേ? 15 centimeter ആയിരുന്നു റേഡിയസ്. ദേ ആർ കണക്റ്റഡ് അറ്റ് ദെയർ സെൻറ്റേഴ്സ് യൂസിങ് എ സ്ട്രിങ് AB. ദെൻ എ തേർഡ് സിലിണ്ടർ ഓഫ് ദ സെയിം റേഡിയസ് അല്ലേ? അപ്പം അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ വെയിറ്റ് എത്രയാണ്? അതിൻ്റെ വെയിറ്റ് 2000 Newton ആണ്. ഓക്കെ, 2000 Newton. ആൻഡ് ദ വെയിറ്റ് ഓഫ് ദീസ് 2 റോളേഴ്സ് A and B അതിൻ്റെ എന്താണ്? 1000 each അല്ലേ? 1000 Newton. ആൻഡ് ദിസ് ഈസ് ഓൾസോ 1000 Newton. ആൻഡ് റേഡിയസ് ഓഫ് ദീസ് 3 ആർ, ഇവിടെ ഇതിന് നമ്മൾ C എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ റോളേഴ്സ് A, B ആൻഡ് C മൂന്നിൻ്റെയും റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് RA ഈക്വൽ ടു 15 centimeter. RB ഇസ് ഓൾസോ 15 centimeter. ആൻഡ് RC അതും 50 centimeter അല്ലേ? ഇനി പറയുന്നത് ഫൈൻഡ് ദ ഫോഴ്സ് S ഇൻ ദ സ്ട്രിങ് AB. സോ നമുക്കറിയാം, ഇപ്പോൾ ഈ A എന്ന് പറഞ്ഞ റോളർ അല്ലേ? ഈ പറഞ്ഞ റോളർ, ഈ റോളർ അതേപോലെ B എന്ന് പറഞ്ഞ റോളർ, ഇത് തമ്മിൽ എന്താണ്? ഒരു സ്ട്രിങ് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടിയേക്കുക അല്ലേ? ഇതിൻ്റെ മുകളിൽ ഈ C വെച്ചിട്ടുണ്ടല്ലോ. ഈ C ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്താണ്? സിക്ക്
2000 ന്യൂട്ടൺ താഴേക്ക് വെയിറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ അത് കാരണം എന്താണ്, താഴേക്ക് ഒരു ഫോഴ്സ് വരും അല്ലേ, താഴേക്ക് ഇങ്ങനെ സി വരുന്നുണ്ടാവും. അത് കാരണം എന്താണ്, ഈ രണ്ട് റോളേഴ്സ് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അത് മൂവ് ചെയ്യില്ല. കാരണം എന്താണ്, ഈ ഒരു സ്ട്രിങ് ഇവിടെ കെട്ടിയേക്കുന്നുണ്ട് അല്ലേ, എ ബി എന്ന് പറഞ്ഞ സ്ട്രിങ് കെട്ടിയേക്കുന്നതുകൊണ്ട് അവിടെ നിൽക്കും. അപ്പോൾ ഈ എന്ന് പറഞ്ഞ ബോഡി ഇറ്റ് ഈസ് പുഷിങ് ടുവേർഡ്സ് ദ ബോട്ടം അല്ലേ, അല്ലെങ്കിൽ അപ്ലൈങ് എ ഫോഴ്സ് ടുവേർഡ്സ് ദ ഗ്രൗണ്ട്. അങ്ങനെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പം ആസ് എ റിസൾട്ട് A is having a tendency to move in the left direction and B is having the tendency to move in the right direction. But both the things are not happening because a string is bound over that. അല്ലേ, അല്ലെങ്കിൽ സ്ട്രിങ് കെട്ടിയേക്കുന്നത് കൊണ്ട് എന്താണ്, അത് രണ്ടും മൂവ് ചെയ്യുന്നില്ല. ആസ് എ റിസൾട്ട് എ ടെൻഷൻ ഫോഴ്സ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ സ്ട്രിങ് എ ബി. ആ ടെൻഷൻ ഫോഴ്സ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് എസ്, ക്യാപിറ്റൽ എസ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ എസ്. അതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ദ പ്രഷർ പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ഫ്ലോർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡി ആൻഡ് ഇ. ഡി എന്ന് പറഞ്ഞ പോയിന്റിലും ഇ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രഷർ, അതായത് വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ റിയാക്ഷൻസ്. ഈ പോയിന്റുകൾ നമുക്ക് ജസ്റ്റ് പേര് കൊടുക്കാം, ഡി ആൻഡ് ഇ. ഇവിടെ ഡി, അതുപോലെ ഇത് ഇ. അതാണെങ്കിൽ അവിടുത്തെ റിയാക്ഷൻസ് ആർ ഡി, അതേപോലെ ആർ ഇ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്ന ഈ രീതിയിലാണ്. അപ്പം ഫിഗർ ഞാൻ വൃത്തിക്ക് വരച്ചിട്ടുണ്ട് അപ്പുറത്ത്. ഇപ്പം എങ്ങനെ വരുന്നതെന്നുള്ളത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ദിസ് ഈസ് യുവർ ഫിഗർ. ഈ ഫിഗർ ഒന്ന് വരച്ചോ. ഫിഗർ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഫിഗർ വരച്ചോ. So we have to find the values for these reaction forces, reaction at the point D, reaction at the point E, and also the tension in the string AB. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ we have to find the free body diagrams. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് ഇതിപ്പം. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു 2 എണ്ണം. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം തരാണ്. യു ഹാവ് ഗിവൺ എ സിസ്റ്റം ഓഫ് കോമ്പണൻറ്റ്സ്. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നമുക്കറിയാം ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ കൺസെപ്റ്റിൽ തന്നെ പറയുന്നത് എന്താണ് ഫ്രീ ബോഡി ഡയഗ്രം. ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം ദെൻ ഈച്ച് കോമ്പണൻറ്റ് ഷുഡ് ബി സെപ്പറേറ്റ്ലി ഇൻ ഇക്വിലിബ്രിയം അല്ലേ. ഓരോ കോമ്പണൻറ്റും സെപ്പറേറ്റ് ആയിട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇതിനകത്ത് എന്തായിരുന്നു, ഇവിടെ നമുക്കിപ്പോൾ സിലിണ്ടർ 1, ഇത് സിലിണ്ടർ 1 എന്നിരിക്കട്ടെ, ഇത് സിലിണ്ടർ 2, ഇത് സിലിണ്ടർ 3. ഇപ്പോൾ സിലിണ്ടർ 1, 2, 3 ഇപ്പോൾ 1ഉം 2ഉം ഉണ്ട്. അതിൻ്റെ മുകളിലാണ് സിലിണ്ടർ 3 വെച്ചേക്കുന്നത്, പ്ലേസ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ സിലിണ്ടർ 3 താഴേക്ക് ഒരു ഫോഴ്സിങ്ങിന് വരും വെയിറ്റ് കാരണം. അങ്ങനെ താഴേക്ക് വരുമ്പം ഈ 1 ലെഫ്റ്റ് സൈഡിലേക്കും അല്ലെങ്കിൽ 2 റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ അത് മൂവ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട് അല്ലേ, എ ബി എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ ആ എ ബി എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്ത് ഒരു ടെൻഷൻ ഫോഴ്സ് വരുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് വരാൻ ഉള്ള ടെൻഡൻസി വരുന്നു. അപ്പോൾ ആ ഫോഴ്സ് ആണ് എസ്, ക്യാപിറ്റൽ എസ്.
ഇതിനകത്തുണ്ടാകുന്ന ടെൻഷൻ ഫോഴ്സ് ആണ് എസ്. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രംസ് കൺസിഡർ ചെയ്യാം ഓരോന്നിൻ്റെയും. അതായത് ഇത് ഈ ഫുൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സിസ്റ്റം 3 അല്ലെങ്കിൽ എന്താണ് റോളർ 3 അല്ലെ സിലിണ്ടർ 3 ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. അതേപോലെ 1 ഇക്വിലിബ്രിയത്തിലായിരിക്കും, 2 ഇക്വിലിബ്രിയത്തിലായിരിക്കും, എല്ലാം ഇക്വിലിബ്രിയത്തിലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഫ്രീ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് 3 നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ദെൻ 1, ദെൻ 2, അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് 3 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയായിരിക്കും വരിക? ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് 3 നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് എന്തൊക്കെ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുക? ഫസ്റ്റ് വൺ അതിൻ്റെ വെയിറ്റ് അല്ലേ, വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. വെയിറ്റ് എത്ര ആയിരിക്കും ഉണ്ടാവുക? വെയിറ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2000 ന്യൂട്ടൺ അല്ലേ. അപ്പോൾ 2000 ന്യൂട്ടൺ വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ദെൻ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കുറേ പോയിന്റ്സ്, കോണ്ടാക്ട് പോയിന്റ്സിനൊക്കെ നമുക്ക് ഓരോ പേരുകൾ ജസ്റ്റ് കൊടുത്തിട്ടേക്കാം. ഇവിടെയൊക്കെ നമുക്ക് ഓരോ കോണ്ടാക്ട് പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കോണ്ടാക്ട് പോയിന്റ്സിന് ജസ്റ്റ് പേര് കൊടുക്കാം. എന്താണ്? എഫ് കാരണം ഇതിപ്പം ഓൾറെഡി നമുക്ക് DE വരെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ FG ഞാൻ 2 പേര് കൊടുത്തേക്കാം ജസ്റ്റ്. ഓക്കെ, അങ്ങനാണെങ്കിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം ഏതാണ് കൺസിഡർ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് സിലിണ്ടർ 3. സിലിണ്ടർ 3യുടെ ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ് 2000 ന്യൂട്ടൺ. ദെൻ എന്താണ്? 2 പോയിന്റ് അല്ലേ, എഫ് ആൻഡ് ജി. എഫ് എന്ന് പറഞ്ഞ പോയിന്റിലും ജി എന്ന് പറഞ്ഞ പോയിന്റിലും റിയാക്ഷൻസ് ഉണ്ട് അല്ലേ. അതിൻ്റെ ആംഗിൾ നമുക്കറിയില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തുകയാണ്. ഇവിടെ ഇങ്ങനെ സെൻറ്റർ ടു സെൻറ്റർ നമ്മളിങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റും സിമ്പിളായിട്ട്. അതായത് ഇപ്പം ഈ ആംഗിൾ തീറ്റ, ഇതിപ്പോൾ നമുക്ക് സിമ്മട്രി ആണ് അല്ലേ, സെയിം റേഡിയസ് ആണ്, എല്ലാം സെയിം റേഡിയസ് ആയതുകൊണ്ട് ഈ തീറ്റ തന്നെ ആയിരിക്കും ഈ തീറ്റയും അല്ലേ, ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ നോൺ ഡിസ്റ്റൻസസ്, അതായത് ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ, ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുണ്ട് ട്രയാങ്കിൾ. ഈ ഒരു ലെങ്ത് AF എന്ന് പറഞ്ഞ ലെങ്ത് എന്താണ്? റേഡിയസ് ആണ് അല്ലേ. അതേപോലെ FC എന്ന് പറയുന്നതും റേഡിയസ് ആണ്. ഇനി ഈ ഒരു ലെങ്ത് നമുക്കറിയാമോ? C to this point, ഇത് let it be H എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണെന്ന് കരുതുക. ഈ ഒരു പോയിന്റ് CHന്റെ വാല്യൂ നമുക്ക് അറിയില്ല, കറക്റ്റ് വാല്യൂ അത്. പക്ഷേ വി നോ ദ വാല്യൂ ഓഫ് AB. ABയുടെ ലെങ്ത് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ കറക്റ്റ് പകുതിയായിരിക്കും AH അല്ലേ. ദാറ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ. സോ ദിസ് ഈസ് 20 ആൻഡ് ദിസ് ഈസ് R പ്ലസ് R. R എന്ന് പറഞ്ഞത് 15 ആയിരുന്നു അല്ലേ. 15 + 15 30. 30 വന്നു. 30 എന്ന് വരാൻ കാരണം എന്താണ്? 15 + 15 30 വന്നു. ഇനി ഇത് തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ് എന്താണ്? സൈൻ തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു 20/30, which implies theta equal to sin inverse 2/3. sin inverse 2/3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഏകദേശം ഒരു about 41 ഡിഗ്രി നമുക്ക് ആംഗിൾ കിട്ടി അല്ലേ. സോ ഇനി നമ്മൾ ഓർക്കേണ്ടത്
we are considering the object or cylinder C അല്ലെങ്കിൽ 3. നമുക്ക് 3 എന്ന് പറഞ്ഞ സിലിണ്ടർ ആണ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാത്തിനെയും നമ്മൾ മറക്കുന്നു, അതിനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അല്ലേ. അപ്പോൾ അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അതിൻ്റെ വെയിറ്റ് 2000 ആണെന്ന് പറഞ്ഞു. പിന്നെ റിയാക്ഷൻസ് വരുന്നത് എങ്ങനെയാണ്? ഈ 3 എന്ന് പറഞ്ഞ സിലിണ്ടർ 1ലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു അല്ലേ. 1ലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് കാരണം എന്താണ്? 1 തിരിച്ച് ഒരു റിയാക്ഷൻ കൊടുക്കുന്നുണ്ട് സിയിലേക്ക് അല്ലേ, വിച്ച് ഇസ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ. മുകളിലേക്ക് അല്ലെങ്കിൽ 1ലേക്ക് ഒരു ഇതിലേക്കൊരു ഫോഴ്സ് കൊടുക്കുന്നു. ദാറ്റ് ഇസ് ദ റിയാക്ഷൻ. അത് ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് എഫ്. പോയിന്റ് എഫ് ആയതുകൊണ്ട് നമ്മൾ അതിന് പേര് കൊടുക്കുന്നു RF. ഇനി ഈ ആംഗിൾ നമുക്കറിയാം എത്രയാണ്? തീറ്റ. വിച്ച് ഈസ് നമുക്ക് ഇവിടെ എഴുതാം എത്രയാണ്? 41.81 ഡിഗ്രി. സിമിലർലി അറ്റ് ദ പോയിന്റ് G, പോയിന്റ് ജിയിൽ എന്താണ്? one is giving a force to the cylinder 2, so the cylinder 2 in returns give a reaction അല്ലേ. സിലിണ്ടർ 2 എന്താണ്? ഒരു റിയാക്ഷൻ ഫോഴ്സ് ജിയിലേക്ക് കൊടുക്കുന്നു അല്ലേ, ഇവിടേക്ക് ഈ ഡയറക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ. ദിസ് ഇസ് RG. Okay, RG. It is also at an angle 41.81 degree. Okay. ഇനി വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? വേറെ ഫോഴ്സ് ഒന്നും സിയുമായിട്ട് റിലേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ സിലിണ്ടർ സിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ ഫോഴ്സസ് ഒന്നുമില്ല. ഇപ്പം എന്തൊക്കെയാണ്? വെയിറ്റ് ഉണ്ട്, ദെൻ 2 കോണ്ടാക്ട് പോയിന്റ്സ് ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ റിയാക്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഡയറക്ഷനും നമുക്കറിയാം. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ അൺനോൺ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? സിഗ്മ Fx equal to 0 implies, sigma Fx equal to 0 implies എന്തായിരിക്കും വരിക? ഡ്യൂ ടു 2000 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ എന്താണ്? 0. ദെൻ ഡ്യൂ ടു RF എന്താണ് വരിക? പ്ലസ് RF sin 41.81, then minus എവിടെ minus RG sin 41.81 equal to 0, or RF sin 41.81 minus RG sin 41.81 equal to 0. Equation 1. Then sigma Fy equal to 0 implies എന്തായിരുന്നു വരുന്നത്? ഡ്യൂ ടു 2000 ന്യൂട്ടൺ എങ്ങനെ വരുന്നത്? മൈനസ് 2000, then plus RF cos 41.81 plus RG cos 41.81 equal to 0 implies. ഇനിയും എന്താണ്? ഇതേ ഓർഡറിൽ വേരിയബിൾസ് ലെഫ്റ്റ് സൈഡിലും കോൺസ്റ്റൻസ് റൈറ്റ് സൈഡിലുമായിട്ട് മാറ്റുമ്പോൾ എന്താ വരിക? RF cos 41.81 plus RG cos 41.81 equal to 2000. Equation number 2. Okay. Then solving 1 and 2 using scientific calculator, we will get two values, that is for RF and
RG. ഒന്ന് ചെയ്ത് നോക്കിയേ. വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്നിടുക. ഓക്കെ, ആൻസർ അനുജിത്ത് 1341.6341. റൈറ്റ് ആൻസർ. One 341.6342 ന്യൂട്ടൺ. ഈ വാല്യൂസ് എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് രണ്ട് അൺനോൺസ് കിട്ടി, RF ആൻഡ് RG. ഇനി നെക്സ്റ്റ് we have to find the free body diagram of the cylinder 1. ഇവിടെ സിലിണ്ടർ 1 കണ്ടുപിടിച്ച. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒരു this one ഓക്കെ, ഇവിടെ ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടി അല്ലേ, RF കിട്ടി, അതേപോലെ RG കിട്ടി. ഇനി നെക്സ്റ്റ് ഈ ഒരു ബോഡി ഫ്രീ ബോഡി ഡയഗ്രാം ഫോർ 1 കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിനകത്ത് നിന്ന് ഈ പറഞ്ഞ റിയാക്ഷൻ അറ്റ് ദ പോയിന്റ് D കിട്ടും, അതേപോലെ സ്ട്രിങ്ങിൻ്റെ ടെൻഷനും നമുക്ക് കിട്ടും അതിൽ നിന്ന്. ദെൻ നമുക്ക് എന്താണ് ഇയും കൂടെ വേണം. ഇതിപ്പോൾ ഒരു സിമ്മട്രി ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഈ 1 കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഈ RDയുടെ വാല്യൂ തന്നെ ആയിരിക്കും REയും സെയിം ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നോക്കിയാൽ അറിയാം അല്ലേ, ഈ ഒരു റോളറും ഈ ഒരു റോളറും രണ്ട് സൈഡിലും എന്താണ് സെയിം ആണ്. ഇതും അപ്പം നമുക്ക് ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്താണ് സിമ്മട്രിക് ആണ് അല്ലേ, സിമ്മട്രിക് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള ഫോഴ്സ് തന്നെയായിരിക്കും ഇവിടെയുള്ള ഫോഴ്സും. RD വിൽ ബി ഈക്വൽ ടു RE ആയിരിക്കും. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമുക്ക് ചെയ്യാം. എനിവേ ഓക്കെ, എനിവേ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് 1 കൺസിഡർ ചെയ്യാം. 1 ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സിലിണ്ടർ
സിലിണ്ടർ 1. സിലിണ്ടർ 1 എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കുക, എന്തൊക്കെയായിരുന്നു ഇതിനകത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ വെയിറ്റ് എത്രയായിരുന്നു? വെയിറ്റ് ഇസ് 1000 ന്യൂട്ടൺ, റൈറ്റ്? അപ്പോൾ 1000 ന്യൂട്ടൺ വിച്ച് ഇസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ 1000 ന്യൂട്ടൺ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ എന്തൊക്കെയാണ് വേറെ? എ ഇവിടെ ഉണ്ട്. എ ഈസ് ഗിവിങ് എ ഫോഴ്സ്, ആക്ഷൻ ഫോഴ്സ് ടുവേർഡ്സ് സി. അല്ലെങ്കിൽ 1 is giving the force to 3 and 3 in turns give a reaction force towards the 1. തിരിച്ചൊരു റിയാക്ഷൻ കൊടുക്കും. അതിൻ്റെ ആംഗിൾ നമുക്കറിയാം, വെർട്ടിക്കലുമായിട്ട് മേക്കുന്ന ആംഗിളാണ് 41.81. അപ്പോൾ അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതായത് ദാറ്റ് റിയാക്ഷൻ ഫോഴ്സ് ദാറ്റ് ഈസ് RF. RFൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു RFൻ്റെ വാല്യൂ? ഈ സെയിം വാല്യൂ തന്നെ ആയിരിക്കും, 1341. 1341.6342. 6342 Newton. This will be acting like this. അത് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ? എത്രയായിരുന്നു? തീറ്റ, വിച്ച് ഈസ് 41.81. അത് തന്നെയായിരിക്കും ഇത് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അല്ലേ? 41.81 എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? വെയിറ്റ് പറഞ്ഞു. ഇനി റിയാക്ഷൻ അറ്റ് ദ പോയിന്റ് എഫ് പറഞ്ഞു. ഇനി വേറെ ഒരു റിയാക്ഷൻ ഉണ്ട്, അല്ലേ? ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ട് അറ്റ് ദ പോയിന്റ് ഡി. അത് ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ്. ദാറ്റ് ഈസ് RD. ഇനി എന്താണ്? ഒരു സ്ട്രിങ് കെട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലേ? സ്ട്രിങ് കെട്ടിയേക്കുന്നതുകൊണ്ട് അവിടെ ഒരു ടെൻഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ടെൻഷൻ ഫോഴ്സ് വിൽ ബി ഓൾവേസ് ആക്ടിങ് away from the point, അല്ലേ? പോയിന്റിന് വെളിയിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. therefore we can show it like this. ഈ ഡയറക്ഷനാണ്. ഇനി അതിൻ്റെ വാല്യൂ എസ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എസ് എന്ന് പറഞ്ഞാൽ ഉള്ളത്. ഇത്രയും ഫോഴ്സസ് ആണുള്ളത്. 1 2 3 4 ഫോഴ്സസ് ആണുള്ളത്. ഇതുപയോഗിച്ച് നമുക്ക് എന്താണ്, നമുക്ക് ഇതിലെ രണ്ടെണ്ണം അറിയാം, അല്ലേ? 1000 ന്യൂട്ടൺ വെയിറ്റ് അറിയാം, അതുപോലെ RFൻ്റെ വാല്യൂ അറിയാം. സോ യു ക്യാൻ ഫൈൻഡ് ദ അൺനോൺസ് എസ് ആൻഡ് RD using these relations. എന്തൊക്കെയായിരുന്നു? സിഗ്മ FX equal to 0 implies എന്തൊക്കെ വരും? സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ എന്തൊക്കെയാ? എസ് മൈനസ് RFൻ്റെ വാല്യൂ എത്രയാണ്? 1341.6342. അത്രയും എന്താണ്? സൈൻ 41.81. sin 41.81. Then due to 1000 Newton and RD, അതിന് രണ്ടിനും x components ഇല്ല. This is equal to 0. Equation number 1. അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കിട്ടും. Then sigma Fy equal to 0 implies എന്താണ്? due to S 0 ആണ്. Then due to RF അല്ലെങ്കിൽ ഈ പറഞ്ഞ 1341.6342 അതിൻ്റെ y കമ്പോണൻ്റ് എന്താണ്? മൈനസ് 1341.6342 cos 41.81 minus 1000 plus RD equal to 0. Equation number 2. Sorry, 1 2 അല്ല, നമ്മൾ 1 2 ഓൾറെഡി മെൻഷൻ ചെയ്തല്ലേ. അപ്പോൾ നമുക്ക് 3 4 എന്ന് കൊടുക്കാം. 3 and 4. Then on solving 3 and 4 we get S equal to അതേപോലെ RD equal to ഒന്ന് ചെയ്ത് നോക്കിയേ.
അഹില. അഹില, യെസ്. ഇല്ലേ? അഹില, യെസ്. ആഗ്ന. എങ്ങനെ? ചെയ്തോണ്ടിരിക്കുന്നല്ലേ? ഓക്കെ 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 ഓക്കെ. Sir, S is equal to 894.4173 ആണോ? റൈറ്റ് ആൻസർ. 894.4173. Newton. And the value for RD. Okay. Did anyone get the value for D? RDയുടെ വാല്യൂ കിട്ടിയോ? RD, okay. Almost 2000 അല്ലേ? 2000 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. So you got the value for tension S as 894.4173 Newton and the reaction at the point D RD as 2000 Newton. ഇപ്പോൾ നമുക്ക് ഇനി ശ്രദ്ധിച്ച് നോക്കാം ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രം ഫസ്റ്റ് ഓഫ് ദ സിലിണ്ടർ 3 കൺസിഡർ ചെയ്തു, ഇനി 1 കൺസിഡർ ചെയ്തു. ഈ 1 കൺസിഡർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് വേണ്ട വാല്യൂസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എസ്, then RD and also RE. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതിൽ എസും ആർ ഡിയും നമുക്ക് കിട്ടി. ഇനി RE എന്ന് പറഞ്ഞ വാല്യൂ, RE എന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെയിം ആയിരിക്കും. കാരണം ഡ്യൂ ടു സിമെട്രി കാരണം RE സെയിം വാല്യൂ തന്നെ കിട്ടും. ഇനി അഥവാ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. എങ്ങനെ വരും? അതായത് എന്താണ്? ദിസ് ഈസ് ദ സിലിണ്ടർ, then ഇതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് 1000 ന്യൂട്ടൺ acting downwards. Then reaction at the floor, that is RE. Then tension force എങ്ങനെയാണ്? B ഇന്ന് എന്താണ്? ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക, അതായത് ടുവേർഡ്സ് ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ എസ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ എന്താണ്? പോയിന്റ് G, ഈ ഒരു പോയിന്റ് ജിയിൽ എന്താണ്? ദ ബോഡി 3 ഈസ് ഫോഴ്സിങ് ടുവേർഡ്സ് ദ, അല്ലെങ്കിൽ ഈസ് ഗിവിങ് ആൻ ആക്ഷൻ ടുവേർഡ്സ് ദ ബോഡി 2 ആൻഡ് ദ ബോഡി 2 ഇൻ ടേൺസ് ഗിവ് എ റിയാക്ഷൻ ഫോഴ്സ്, അല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നത് ഫസ്റ്റ് കേസിൽ.
ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ബോഡി 2 ആണ്. ബോഡി 2 കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ബോഡി 2ലേക്ക് ആക്ട് ചെയ്യുന്ന റിയാക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദെർഫോർ ഇറ്റ് വിൽ ബി ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ, ദാറ്റ് ഈസ് RG. അതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? ഇത്രയും വെച്ചിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സെയിം മാനർ, അതായത് ഇപ്പോൾ ചെയ്ത പോലെ ഇതേപോലെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ കേസിൽ എന്താണ്? ഫോർ സിലിണ്ടർ 2 ആകുമ്പം weight 1000 Newton, S will be acting in this particular direction, and RE, and next എന്താണ്? ഇവിടെയുള്ള RG will be acting like this. RG ആക്ട് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ വാല്യൂം സെയിം തന്നെയാണ്. എന്താണ്? 134.6342, സെയിം വാല്യൂ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ആൻഡ് ദിസ് പർട്ടിക്കുലർ ആംഗിൾ ഇസ് ഓൾസോ എന്താണ്? 41.81. സിമിലർ ഫാഷനിൽ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. S equal to 894.4173 ന്യൂട്ടൺ. അതേപോലെ എന്താണ്? RE equal to 2000 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഇതേപോലെ തന്നെയാണ്, സിമിലർ ഫാഷനിലാണ് നമുക്ക് ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? 2 പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ? ഇവിടെ നമുക്ക് 2 റോളേഴ്സ് ഉണ്ട്. അപ്പോൾ യു ഹാവ് ടു ഗിവ് നെയിംസ്. ഇങ്ങനെ 1, 2 കൊണ്ട് പേര് കൊടുക്കുക. ഓരോന്നിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാംസ് കൺസിഡർ ചെയ്യുക. 1ൻ്റെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? 1 ആണ്. അതിനകത്തേക്ക് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും 1000 ന്യൂട്ടൺ. ദെൻ എന്താണ്? ഇവിടെ ഒരു 2 ഈസ് ഗിവിങ് എ ഫോഴ്സ് ടുവേർഡ്സ് 1, അല്ലെങ്കിൽ എന്താ? 1 ഈസ് ഗിവിങ് എ ഫോഴ്സ് ടുവേർഡ്സ് 2. ആസ് എ റിസൾട്ട് 2 ഈസ് ഗിവിങ് എ റിയാക്ഷൻ ഫോഴ്സ് അല്ലേ? ഒരു റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാവും. അതിന് നമുക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റിന് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഇവിടെ ഓൾറെഡി ABC ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ D എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ RD acting like this. ഇനി കോണ്ടാക്ട് A, അവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഇതാണ് RA. ഇനി ഇവിടുത്തെ ആംഗിളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ജോമെട്രിക് കൺസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഒരു ഹിൻഡ് തരാം നിങ്ങൾക്ക്. അതായത് ഇവിടെ ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർഫസിന് പാരലൽ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ, അതുപോലെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോഴ്സ്, അതായത് RA എന്ന് പറയുന്നതും RD എന്ന് പറയുന്നതും ഒക്കെ എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി. അതായത് ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? 2 ലൈൻസ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ അവരുടെ പെർപെൻഡിക്കുലേഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ ആയിരിക്കും. ഈ 2 കൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാംസ് കൺസിഡർ ചെയ്യാൻ പറ്റും. സിമിലർലി ഫോർ 2ൻ്റെ കേസിലും വരുന്നത് ഇങ്ങനെയാണ്. ഫ്രീ ബോഡി ഡയഗ്രാം, weight will be acting like this, that is 1000 Newton. Then reaction RD, then reaction RC will be acting like this, and also RB. ഇനി അതിൻ്റെയൊക്കെ എന്താണ്? ആംഗിൾസ് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യുക, ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഇതേപോലെ തന്നെ നെക്സ്റ്റ് പ്രോബ്ലം ഈ കേസിലും നിങ്ങൾ എന്താണ്? ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം 1 ആൻഡ് ദിസ് ഇസ് 2. 1 കൺസിഡർ ചെയ്യുക. 1 കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ് 1000 ന്യൂട്ടൺ,
then reactions at the point C, RC, then RD, then sigma fx equal to 0, sigma fy equal to 0 implies RC equal to RD equal to values will equal to. Then considering the free body diagram of second, that will be in this form. Weight will be acting vertically downwards like this, that is 1000 Newton. Then the point of contacts A, B and D, there the reactions occur. So here it is RD, which is at a particular angle that you have to find. Then RA and RB. So using that, you can find RB, RA. RB is already found from the first relation, first free body diagram. സോ ഈ രണ്ട് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ വീഡിയോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യും. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട്. അപ്പോൾ എന്നാലും നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, പറയാം. റെക്കോർഡിംഗ് അരുൺ സാറേ, ഞാൻ അറ്റൻഡൻസും കൂടെ ഒന്ന് എടുത്തോട്ടെ. റെക്കോർഡിങ്സ് ഉണ്ട് സാറേ. ഓക്കെ.